ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോനെ 7 വയസ്സായില്ലേ, അവനെ നമുക്ക് സ്കൂളിൽ ചേർത്തേണ്ടേ? ഭാര്യയുടെ ഈ വാക്കുകൾ അയാളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അതിപ്പോൾ നിനക്കറിയില്ലേ, ഡോക്ടറോട് ചോദിക്കാതെ എന്താ ചെയ്യുക? അയാൾക്ക് അയാളുടെ വാക്കുകൾ മുഴുവിപ്പിക്കാനായില്ല. വിവാഹശേഷം 5 വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് പൊന്നോമനയായ ഒരു മകനെ അവർക്ക് കിട്ടിയത്. ആ മകൻ്റെ കാര്യമാണ് അവർ സംസാരിക്കുന്നത്. അവന് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആറ്റുനോറ്റു കിട്ടിയ തങ്കക്കുടം, ഒരുപാട് നേർച്ചകൾക്കും വഴിപാടുകൾക്കും ശേഷം കാത്തിരുന്ന് കിട്ടിയ കൺമണി. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ആ ചെറിയ കുട്ടിക്ക് ഹൃദ്രോഗമാണെന്നുള്ള വാർത്ത അവർ അറിഞ്ഞു. മരുന്നും ആശുപത്രിയുമായി കുറേ നാളുകൾ. ഒടുവിൽ ഒരു നിബന്ധന വെച്ചാണ് ഡോക്ടർ അവരെ ആശുപത്രിയിൽ നിന്നും പറഞ്ഞയച്ചത്. കൃത്യമായ ചെക്കപ്പിന് പുറമെ അവൻ മറ്റു കുട്ടികളെപ്പോലെ ഓടിച്ചാടി കളിക്കാനൊന്നും പാടില്ല. സ്കൂളിൽ ചേർത്തുന്നതും കുറേ കഴിഞ്ഞു മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അവനിപ്പോൾ 7 വയസ്സായി. അവൻ്റെ അച്ഛനാണെങ്കിൽ ജോലി സംബന്ധമായി ഇടയ്ക്കിടെ സ്ഥലമാറ്റവും. അങ്ങനെ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ അവനെ സ്കൂളിൽ ചേർത്താൻ സമ്മതിച്ചു. അങ്ങനെ ഡോക്ടറുടെ നിബന്ധനയോടെ അവനെ സ്കൂളിൽ ചേർത്തു. അക്ഷരങ്ങൾ അവനെ വഴങ്ങിത്തുടങ്ങി. ആ ഇടയ്ക്ക് അവൻ്റെ അച്ഛന് വീണ്ടും സ്ഥലമാറ്റം ഉണ്ടായി. അവിടെ തൊട്ടടുത്തുള്ള മൈതാനത്തിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് കളിക്കുന്നത് കാണുമ്പോൾ അവനെ സങ്കടമാകും. ആ കുഞ്ഞുകുട്ടി അവൻ്റെ അച്ഛനോട് പറയുകയാണ്, എനിക്കൊരു ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ, അവനും എനിക്കും കൂടി കളിക്കാമായിരുന്നു അല്ലേ അച്ഛാ? ഇത് കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും വളരെ സങ്കടമായി. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ആ കുട്ടിക്ക് കുറേ കൃഷ്ണകഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ കൊണ്ടുകൊടുത്തു. പിന്നീട് അതായി അവൻ്റെ ലോകം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരു കൃഷ്ണ വിഗ്രഹം വാങ്ങിത്തരുമോ? അച്ഛൻ ഒരു ദിവസം അവനെ കടയിൽ കൊണ്ടുപോയി നല്ല ഓമനത്തമുള്ള ഒരു കൃഷ്ണ വിഗ്രഹം വാങ്ങിച്ചു കൊടുത്തു. പിന്നീട് ആ വിഗ്രഹമായി അവൻ്റെ കളിക്കൂട്ടുകാരൻ. അവനോട് കഥകൾ പറഞ്ഞ് ചിരിച്ച് അവൻ ഉഷാറായി ജീവിച്ചു തുടങ്ങി. മാത്രമല്ല, അവൻ അമ്മയോടൊപ്പം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ കളിച്ചുകൊണ്ടിരിക്കെ ഒരു കുട്ടി, ഏതാണ്ട് സമപ്രായമായ ഒരു കൊച്ചുകുട്ടി അവൻ്റെ വീട്ടിലേക്ക് വന്നു. മോൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ കുട്ടിയാണെന്നും എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാണെന്നും പറഞ്ഞു. അങ്ങനെ അവർ ഉറ്റ ചങ്ങാതിമാരായി. ഈ കുട്ടി സ്കൂൾ വിട്ടു വരുന്ന നേരത്തേക്ക് ഉണ്ണിക്കുട്ടനും അവരുടെ വീട്ടിലേക്ക് എത്തും. പിന്നെ ഒന്നിച്ചാണ് കളിയും ചിരിയും കുസൃതിയും ഒക്കെ. അങ്ങനെ ഇരിക്കെ അവൻ്റെ അച്ഛന് വീണ്ടും സ്ഥലമാറ്റം ഉണ്ടായി. ഇത് ആ കുട്ടിയെ വല്ലാതെ വിഷമിപ്പിച്ചു. ഉണ്ണിക്കുട്ടൻ എന്ന കൂട്ടുകാരനെ പിരിയേണ്ടി വരുമല്ലോ എന്ന സങ്കടം. ഒരുവിധം പറഞ്ഞു സമാധാനിപ്പിച്ച് അച്ഛനമ്മമാരെല്ലാവരും കൂടി യാത്രയ്ക്ക് ഒരുങ്ങി. ആ ദിവസം യാത്ര പുറപ്പെടാൻ നേരം മകൻ വരുന്നില്ല. ഉണ്ണിക്കുട്ടൻ വന്ന് യാത്ര പറഞ്ഞിട്ടേ വരുള്ളൂ എന്നൊരു വാശി. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ അവനെയും കൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞ വീട്ടിലേക്ക് പോയി. അവിടെ അവൻ കാണിച്ചു തന്നതല്ലാതെ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറന്ന സ്ത്രീയോട് കാര്യം പറഞ്ഞു. എൻ്റെ മോനെ ഒരു വാശി, ഇവിടുത്തെ മോനോട് യാത്ര പറയണമെന്ന്. ആ മോനെ ഒന്ന് വിളിക്കാമോ? ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു കുട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. അല്ല, ഈ വീട് തന്നെയാണല്ലോ അവൻ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ഉണ്ണിക്കുട്ടൻ്റെ വീട് ഇതല്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി. അവൻ ആകെ വിഷമിച്ചു കരഞ്ഞു. ഒടുവിൽ നിർബന്ധിച്ച് അവനെ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ചു. ഏതാണ്ട് ട്രെയിൻ വരാറായ സമയമായപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഓടിക്കിതച്ചു വരുന്നു. കയ്യിലൊരു താമരപ്പൂവുണ്ട്. അത് മോനെ കൊടുത്ത് ഉണ്ണിക്കുട്ടൻ അവനെ ഗാഢമായി പുണർന്നു. അവൻ ചോദിച്ചു, ഉണ്ണിക്കുട്ടാ, നീ എന്തിനാ നിൻ്റെ വീട് മാറ്റി പറഞ്ഞത്? അതിനെ മറുപടിയൊന്നും പറയാതെ ഒരു കള്ള ചിരി ചിരിച്ച് കൈവീശി ഉണ്ണിക്കുട്ടൻ ഓടി മറഞ്ഞു. അങ്ങനെ ട്രെയിൻ പോകാറായി. അവരെല്ലാവരും ട്രെയിനിൽ കയറി പുതിയ സ്ഥലത്തെത്തി. അവിടെ എത്തുന്നത് വരെയും മോനെ ഉണ്ണിക്കുട്ടൻ്റെ കഥകളാണ് പറയാനുണ്ടായിരുന്നത്. പുതിയ വീട്ടിലെത്തിയതും നല്ല ഒരു സ്ഥലത്ത് അവൻ്റെ കൃഷ്ണവിഗ്രഹം വെച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഉണ്ണിക്കുട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ അല്ലേ? അങ്ങനെ അവനെ അവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്തു. പിറ്റേന്ന് രാവിലെ തന്നെ
ഒരു ഡോക്ടറുടെ പേര് പഴയ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അയാളെ കാണാൻ പോയി. മോനെ അയാൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, മോനെ ഇപ്പോൾ ഒരു അസുഖവുമില്ലല്ലോ, എന്തായാലും നമുക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അവന് യാതൊരുവിധ അസുഖവുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു, റിസൾട്ടിൽ ഇവനെ അസുഖത്തിൻ്റെ ഒരു അംശം പോലുമില്ല, എല്ലാ കുട്ടികളെയും പോലെ എല്ലാം നോർമൽ. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അവർ മകനോട് പറഞ്ഞു, മോനെ നിനക്കിനി മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാം, മോൻ്റെ സങ്കടമെല്ലാം മാറിയില്ലേ? അപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു സങ്കടം മാത്രം, തൻ്റെ ഉണ്ണിക്കുട്ടനില്ലല്ലോ എന്ന സങ്കടം. അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, മോനെ അവൻ നാട്ടിലല്ലേ, പക്ഷേ അവൻ്റെ സങ്കടം മാറുന്നില്ല. പിറ്റേന്ന് രാവിലെ അവൻ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നലെ ഉണ്ണിക്കുട്ടനെ സ്വപ്നം കണ്ടു, അവൻ എൻ്റെ ഒപ്പം കുറേ നേരം കളിച്ചു. അച്ഛാ, അതിനേക്കാൾ രസം അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ, ഞാൻ ഇനി വേഷം മാറി വരാമെന്ന്. എന്നിട്ട് അവൻ വന്നതോ നമ്മുടെ ഇവിടുത്തെ കൃഷ്ണഭഗവാനില്ലേ, അതുപോലെ മഞ്ഞപ്പട്ടും പീലിയും എല്ലാം ചൂടിയാണ്. ഇനി എന്നും അതുപോലെ വരാമെന്ന് എന്നോട് പറഞ്ഞു അച്ഛാ. ആ കുഞ്ഞുകുട്ടിയുടെ വാക്കുകൾ കേട്ട് സ്തബ്ധനായി നിൽക്കുമ്പോൾ ഒരു ഉണ്ണിക്ക് വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെയ്ത ശയന പ്രദക്ഷിണമാണ് അയാൾക്ക് ഓർമ്മ വന്നത്. അതുപോലെ അവൻ്റെ രോഗം അറിഞ്ഞപ്പോൾ ആദ്യം പോയി സങ്കടം പറഞ്ഞതും ഗുരുവായൂർ കണ്ണൻ്റെ അടുത്ത്. ഭഗവാനെ, കണ്ണാ, അങ്ങ് തന്നെ ഉണ്ണിക്കുട്ടനായി വന്ന് മകൻ്റെ രോഗം മാറ്റിക്കൊടുത്തു അല്ലേ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് സാക്ഷാൽ ജഗന്നാഥൻ തൻ്റെ മകനെ ഗാഠം പുണർന്നതോടെ അവൻ്റെ എല്ലാ രോഗങ്ങളും ദൂരെ മാറിപ്പോയി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അവർ ലീവിന് നാട്ടിലേക്ക് വന്നു. നാട്ടിലെത്തി അവർ ആദ്യം പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ അവിടെ ചെന്ന് അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് പീതാംബരവും മഞ്ഞപ്പട്ടും ആ നടക്കിൽ വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ പാദപങ്കജമായിരുന്നു അയാളുടെ മനസ്സ് നിറയും. അപ്പോൾ ഉള്ളിലിരുന്ന് ഇതെല്ലാം എന്ത് എന്ന ഭാവത്തിൽ കള്ളച്ചിരി ചിരിക്കുന്നു നമ്മുടെ പൊന്നു തമ്പുരാൻ ഗുരുവായൂരപ്പൻ. എല്ലാവരും ആ പാദം മുറുകെ പിടിച്ച് നാമം ജപിച്ചോളൂ. എല്ലാ വിഷമങ്ങളും കഷ്ടതകളും മാറാരോഗങ്ങളും ആ ഭഗവാൻ മാറ്റിത്തരും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.